പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർജറി. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാലിന്റെ അധ്യക്ഷതയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിന്ദു ഗിരീഷ് അവതരിപ്പിച്ചു. 4,10,68,669 രൂപ പ്രാരംഭ ബാക്കിയും 121,51,12,27,714 രൂപ വരവും 125,19,40,249 രൂപ ചെലവും 42,56,134 രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 34 കോടി, കുടിവെള്ള പദ്ധതികൾക്കായി 9 കോടി, ലൈഫ് ഭവന പദ്ധതിക്കായി 8 കോടി, പട്ടികജാതി നഗറുകളുടെ വികസനത്തിനായി 6 കോടി, സംരംഭങ്ങൾക്കായി 5 കോടി, ഭിന്നശേഷി വയോജന ഉന്നമനത്തിനായി 2 കോടി, പാലിയേറ്റീവ് മേഖലയ്ക്കായി 3 കോടി, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി 6 കോടി, വിദ്യാഭ്യാസ പദ്ധതികൾക്കായി 1.5 കോടി, കായിക മേഖലയ്ക്ക് 1.5 കോടി, കാർഷിക മേഖലയ്ക്ക് 14 കോടി, എരുമപ്പെട്ടി ടൂറിസം സൊസൈറ്റിക്കായി 1 കോടി, ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിനായി 4 കോടി, ഗ്രീൻ പാർക്ക് MCFനായി 2 കോടി, ലഹരി വിമുക്ത പഞ്ചായത്തിനായി 25 ലക്ഷം, മൂവാണ്ടൻ മാന്തോപ്പ് ഫലവൃക്ഷ ഉദ്യാനം 1.5 കോടി, സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതിക്കായി 1 കോടി എന്നിങ്ങനെയാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആകാശപാത, ബഡ്സ് സ്കൂൾ, മങ്ങാട് മിനി സ്റ്റേഡിയം, കുടുംബശ്രീ ബാങ്ക്, ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പണം നീക്കിവെച്ചിട്ടുണ്ട്. യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, ഷീജ സുരേഷ്, സുമന സുഗതൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, MC ഐജു, PM സജി, NP അജയൻ, സ്വപ്ന പ്രദീപ്, KB ബബിത, റീന വർഗീസ്, മാഗി അലോഷ്യസ്, സുധീഷ് പറമ്പിൽ, റിജി ജോർജ്, സതി മണികണ്ഠൻ, PK മാധവൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് ബഡ്ജറ്റ് യോഗം അംഗീകരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.